السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. ومنهم من يقول ائذن لي ومنكم من يقول ائذن لي ولا تفتني ألا في الفتنة سقطوا وإن جهنم لمحيطة بالكافرين إن تصبك حسنة تسؤهم وإن تصبك مصيبة يقولوا قد أخذنا أمرنا من قبل ويتولوا وهم فرحون. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സൂറ അത്തൗബയുടെ പഠനം നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 48 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയത്. ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്തിരിക്കുന്നത് 49, 50 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാൻ അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ സന്തോഷകരമായ രൂപത്തിൽ അവന് തൃപ്തികരമാവുന്ന വിധത്തിൽ ജീവിക്കുവാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് തൗബയിലെ കഴിഞ്ഞ ആയത്ത് വരെ ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കപടവിശ്വാസികളുടെ, മുനാഫിക്കുകളുടെ അവരുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ചാണ്. നിർണായകമായ ഒരു ഘട്ടത്തിൽ, വമ്പിച്ച പ്രതിസന്ധി നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ, ഒരു വലിയ മഹാദൗത്യത്തിന് വേണ്ടിയിട്ട് തബൂക്കിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ വേണ്ടി പറയപ്പെട്ട സന്ദർഭത്തിൽ ഈ വിശ്വാസത്തിൽ വൈകൃതമുള്ള രോഗം ഹൃദയത്തിൽ കടന്നുകൂടിയ ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുനാഫിക്കുകളാണ്. അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, ഇവര് വരാതിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നിന്നോട് വന്ന് അനുവാദം ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, അനുവാദം നീ കൊടുത്തിട്ടില്ലെങ്കിലും അവർ വരൂലായിരുന്നു. ഇവർ വരാതിരിക്കുന്നതാണ് നല്ലത്. അള്ളാഹു അവരോട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ പോരാതെ, അതിന് വരാൻ പറ്റാതെ വളരെ പ്രയാസത്തോടുകൂടി അനുവാദം കിട്ടിയ കുറച്ച് ആളുകളുണ്ട്. അത് രോഗികളുണ്ട് അവരുടെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ കാലിന് അസുഖമുള്ള ആളുകളുണ്ട്, നടക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, കിടപ്പിലായവരുണ്ട്, വൃദ്ധരായ ആളുകൾ, കുട്ടികളൊക്കെ ഉണ്ട്, സ്ത്രീകളുണ്ട്. അവർക്കൊന്നും യുദ്ധത്തിൽ പങ്കെടുക്കാൻ നിർബന്ധമല്ല. അവരൊക്കെ കൂടെ ഇരിക്കാൻ നിങ്ങളും അവിടെ ഇരുന്നോളൂ. വളരെ പരിഹാസത്തോടുകൂടി അവരോട് പറയുണ്ടായി. എന്ന് മാത്രമല്ല, ഇവരെങ്ങാനും നിങ്ങളുടെ കൂടെ വന്നിരുന്നെങ്കിൽ, ഈ മുനാഫിക്കുകൾ, ഹൃദയത്തിൽ രോഗം ബാധിച്ച ആളുകൾ നിങ്ങളുടെ കൂടെ വന്നിരുന്നെങ്കിൽ, യുദ്ധത്തിന് വരികയാണെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാനാണ് ഉപകരിക്കുക എന്നുകൂടി അവിടെ പറയുകയുണ്ടായി. അതിനുശേഷം വീണ്ടും അവരെ സംബന്ധിച്ച് ഇവർ അനുവാദം ചോദിക്കുന്ന രസകരമായ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ അല്ലാഹു ക്ഷണിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. ومنهم من يقول ائذن لي ولا تفتني ألا في الفتنة سقطوا وإن جهنم لمحيطة بالكافرين. 49-ാമത്തെ ആയത്താണ്. അതിൽ പറയുന്നത്, വമിൻകും, ഇവരുടെ കൂട്ടത്തിലുണ്ട് മുനാഫിക്കുകൾ, ദുർബലരായ വിശ്വാസികൾ, ഹൃദയത്തിൽ രോഗമുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നടക്കുന്ന യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അവരുടെ കൂട്ടത്തിൽ വമിൻഹും ഇങ്ങനെ ചില ആളുകൾ ഒന്ന് ചോദിക്കും, മൻ യഖൂലു,
പറയുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ ഇദൻ ലീ വലാ തഫ്തിന്നി. ഈ ഇദൻ, അദിന എന്ന് പറഞ്ഞാൽ അനുവദിച്ചു, നമ്മൾ നേരത്തെ പഠിച്ചതാ അദിന അല്ലെ, സമ്മതം തേടി. ഇസ്തഅ്ദന എന്ന അനുവാദം ചോദിച്ചു, സമ്മതം ചോദിച്ചു, ലീവ് ചോദിച്ചു, അതിനാണ് ഇസ്തഅ്ദന. നേരത്തെ വന്നിട്ടുണ്ട് ലിമ അദിൻത ലഹും, നീ എന്തിനാണ് അവർക്ക് അനുവാദം കൊടുത്തത്, ലിമ അദിൻത. ഇവിടെ പറയുന്നത് ഈ ആളുകൾ വന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഒമിൻകും മയ്യഖൂലു പറയുന്നവരുണ്ട്. എന്താ അവർ പറയുന്നത്? ഈ ഇദൻ, ഈ ഇദൻ അതിനാണ് അനുവദിച്ചു, ഈ ഇദൻ നീ അനുവദിക്കണം, നീ സമ്മതിക്കണം, ഈ ഇദൻ ലീ എനിക്ക് നീ അനുവാദം തരണം, ലീവ് തരണം എന്ന് പറയും. വലാ തഫ്തിന്നി, ലീവ് തന്നില്ലെങ്കിൽ, അതാണ് വലാ തഫ്തിന്നി, എന്നെ നീ കുഴപ്പത്തിൽ പെടുത്തരുത്. പ്രവാചകന്റെ അടുത്ത് വന്ന് പറയാ, ലീവ് ചോദിക്കുന്ന, യുദ്ധത്തിൽ വരാതിരിക്കാൻ ന്യായം ചോദിക്കുന്ന ആളുകൾ പറയുന്ന ചില ദുർബല ന്യായങ്ങൾ, ഒരൊറ്റ ന്യായം ഇവിടെ എടുത്തു പറയാണ്. അവർ പറയും ഇങ്ങനെയാണ്, ഇദല്ലി വലാ തഫ്തിന്നി, എനിക്ക് നീ അനുവാദം നൽകണം, എനിക്ക് നീ അനുമതി നൽകുക, വലാ തഫ്തിന്നി, എന്നെ നീ പരീക്ഷിക്കരുത്, കുഴപ്പത്തിൽ അകപ്പെടുത്തരുത്. ഫിത്ന അലാ ഫിൽ ഫിത്നതി സഖതു, അല്ലാഹു പറയാണ് അറിയുക, ഫിൽ ഫിത്ന എന്നാൽ ശരിക്കുള്ള കുഴപ്പത്തിൽ, സഖതു അവർ വീണു കഴിഞ്ഞിരിക്കുന്നു. സഖത്ത് എന്നാൽ വീണു, സഖതു അവർ വീണിരിക്കുന്നു, അവർ അകപ്പെട്ടിരിക്കുന്നു ശരിയായ ഫിത്നയിൽ. വ ഇന്ന ജഹന്നമ ലമുഹീതതും ബിൽ കാഫിരീൻ, എന്ന് മാത്രമല്ല നരകം അത് കാഫിറുകളെ, സത്യനിഷേധികളെ വലയം ചെയ്തിരിക്കുന്നു. മുഹീത്വ, മുഹീത്വ വലയം ചെയ്തിരിക്കുന്നു, അവർക്ക് എല്ലാ അർത്ഥത്തിലും അതിൽ അവർ അകപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. ഇവിടെ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. തബൂക്കിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആഹ്വാനം ചെയ്ത സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അങ്ങേയറ്റം പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് യുദ്ധത്തിന് പോകാൻ വേണ്ടി പറയുന്നത്. പലതരത്തിൽപ്പെട്ട പ്രതികൂലാവസ്ഥകളുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണ്, ശക്തമായ ചൂടാണ്, പിന്നെ ആളുകൾ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലാണ്, പ്രയാസത്തിലാണ്, വലിയ നല്ലൊരു വിളവെടുപ്പിന്റെ കാലം ആറ്റുനോറ്റ് കാത്തിരിക്കുകയാണ്. ഏറ്റുമുട്ടേണ്ടതാണ് പ്രബലരായ അന്നത്തെ ലോക ശക്തിയായ വൻശക്തികളിലൊന്നായ റോമൻ സൈന്യത്തോടാണ്. ദൂരം വളരെ അകലെയാണ്, അല്ലെങ്കിൽ കൂടുതലാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഇതിന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ചില ആളുകളുടെ രസകരമായ അനുഭവം. ഒരാൾ ഒന്ന് പറയാണ്, ഈ ആയത്തിന്റെ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ജദ്ദ് ബിനു ഖൈസ് എന്ന് പറയുന്ന ഒരു സഹാബി, മുനാഫിഖാണ്. അദ്ദേഹം വന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ, താങ്കൾ എന്നെ അങ്ങോട്ട് വിളിക്കാൻ നിർബന്ധിക്കരുത്, റോമക്കാരോട് പടപൊരുതാൻ. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു സ്ത്രീ ലംബടനാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ സ്ത്രീ ലംബടനാണ്, സ്ത്രീകളുടെ കാര്യത്തിൽ എനിക്ക് നിയന്ത്രണം വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ റോമയിലേക്ക്, തബൂക്കിലേക്ക് യുദ്ധത്തിന് വന്നാൽ റോമക്കാരി പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നിയന്ത്രണം നഷ്ടമാവും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഞാൻ കുഴപ്പത്തിൽ പെട്ടുപോകും നബിയെ, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകരുത്. ചോദ്യം കേട്ടാൽ വിചാരിക്കുന്ന ഇയാൾ ഭയങ്കര തക്കുവള്ള മനുഷ്യനാണ്, പെണ്ണുങ്ങളെ കണ്ടാൽ പിടിച്ചിക്കാം, അതുകൊണ്ട് അതിൽ പെട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ സാധു അനുവാദം ചോദിക്കുന്നതാണ്. ഇവരുടെ അനുവാദം ചോദിക്കുന്നതിന്റെ ന്യായത്തിന്റെ ഒരു നിസ്സാരത കാണിക്കാൻ വേണ്ടി അള്ളാഹു പറയാ, എനിക്ക് നീ അനുവാദം നൽകുക, എന്നെ കുഴപ്പത്തിൽ പെടുത്തല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന് മറുപടി എന്താ പറയുക, അലാ ഫിൽ ഫിത്നതി സഖതു. ഇത് ഇവർക്ക് ചോദ്യം കേട്ടാൽ ഇവര് തഖ്വ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയില്ലേ ഭക്തിയുടെ ഒരു മൂടുപടം അണിയിക്കുകയാണ്. കാപട്യത്തിന് മേൽ ഭക്തിയുടെ മൂടുപടം അണിയിക്കുക. അങ്ങനത്തെ ചില ആളുകളെ ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നിട്ട് അള്ളാഹുവിന് മറുപടി എടുത്തത് എന്താണ്? ഫിത്നയിൽ അവർ വീണ് കഴിഞ്ഞു, കുഴപ്പത്തിൽ പെടുത്തരുത്, ഫിത്നയിൽ പെടുത്തരുത് എന്നല്ല പറയുന്നത്, ഫിത്നയിൽ, വലിയ ഫിത്നയിലാണ് അവർ വീണ് കഴിഞ്ഞിരിക്കുന്നത്. എന്താ ഫിത്ന? അത് സത്യനിഷേധമാകുന്ന ഫിത്നയാണ്, കാപട്യമാകുന്ന നിഫാഖാവുന്ന ഫിത്നയാണ്. തൻ്റെ ഇതിനെ മൂടുപടമണിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ നിഫാഖ് ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഫിത്ന എന്ന് അള്ളാഹു പറയാം. ചില ആളുകളൊക്കെ അങ്ങനെ പറയാറുണ്ട് ചില സന്ദർഭത്തിൽ. അതിന് ഒരു കാര്യം ശരിക്കും അവർക്ക് ഒരു തഖ്വയോണ്ട് വരാതിരിക്കുക. ചില ആളുകൾ പുണ്യാളന്മാരെ സംബന്ധിച്ച്, അല്ലെ വലിയ പുണ്യപുരുഷന്മാരായിട്ട് ചില ആളുകൾ കൊണ്ടു നടക്കും ചില ആളുകളെ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ചിലപ്പോൾ ജമാഅത്ത് നമസ്കാരങ്ങൾക്കൊന്നും വരൂല. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വരാത്ത പുണ്യപുരുഷനോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചാൽ ഒരു ന്യായം ഇടക്ക് പറയാറുണ്ട്. അത് ജമാഅത്ത് നമസ്കാരത്തിന് വരിക എന്ന് പറഞ്ഞാൽ റിയാഗ് പേടിച്ചിട്ടാണ് അദ്ദേഹം വരാത്തത്. റിയാഗ് എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുന്നതിനാണ്, കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിനാണ് റിയാഗ്. അങ്ങനെയുള്ള അമലുകൾ നിഷ്ഫലമായി പോയി. റിയാഗ് എന്ന് പറയുന്നത് ഷിർക്കിൽപ്പെട്ട ഒന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റിയാഗ് വരും, ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യാണ് എന്നുള്ള തോന്നൽ
വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജമാഅത്ത് നമസ്കാരത്തിൽ പിന്തി നിൽക്കുന്നത് എന്ന് ചില ആളുകളെ പറ്റി പറയുന്നു. പക്ഷെ ന്യായമുണ്ടോ? പെട്ടെന്ന് കേട്ടാൽ നമുക്ക് എന്താ ശരിയാവും, അത്രക്കും മതിയെ തക്കുവുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ തൊലിയുരിച്ച് കാണിക്കുകയാണ്. ഈ മുനാഫിക്കുകള് കാപട്യത്തെ മറയിടാൻ വേണ്ടിയിട്ട് ഭയഭക്തിയുടെ തഖ്വയുടെ വേഷം ഉപയോഗിക്കുകയാണ്. അലാ ഫിൽ ഫിത്നതി സഖതു, യഥാർത്ഥത്തിൽ ഇവർ കുഴപ്പത്തിൽ പെട്ടിരിക്കുന്നു. അലാ ഫിൽ ഫിത്നതി സഖതു ഇന്ന ജഹന്നമ ലമുഹീതതും ബിൽ കാഫിരീൻ എന്ന് മാത്രമല്ല, നരകം അത് അവരെ ശരിക്കും വലയം ചെയ്തിരിക്കുന്നു. മുഹീതതും ബിൽ കാഫിരീൻ, കാഫിറുകളെ പൂർണ്ണമായിട്ടും വലയം ചെയ്തിരിക്കുന്നു. നരകമാണ് അവർക്ക്, ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല ഈ രോഗം ബാധിച്ച ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇത്തരത്തിലുള്ള രോഗത്തിൽ നിന്ന്, ഈ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആയത്തിന്റെ പാരായണത്തിലേക്ക് വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിൻഹും മൻ യഖൂൽ ومنهم من يقول إذن لي ولا تفتني ألا في الفتنة سقطوه وإن جهنم لمحيطة بالكافرين ومنهم من അവിടെ വമിൻഹും എന്നുള്ളതിൽ മീമുണ്ട് സുക്കൂനുള്ള, അതിനുശേഷം മൻ എന്നുള്ള വേറൊരു മീമ് ഫതഹായിട്ടും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് മീമും ഒരുമിച്ച് ചേരുമ്പോൾ ഇദ്ഗാം ചെയ്ത് പറയുന്നു. വമിൻഹും മൻ യഖൂലു, മൻ യഖൂലു, മൻ എന്നുള്ളതിലെ സുക്കൂനുള്ള നൂന്, ആ നൂനിന് ശേഷം യാ ആണ് വരുന്നത്. സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇദ്ഗാം ചെയ്യും നമ്മൾ ഗുന്നത്തോടുകൂടെ. അപ്പോൾ മൻ യഖൂൽ വമിൻഹും മൻ യഖൂലു ഇദൻ ലീ, അവിടെ യഖൂലു എന്നതിന് ശേഷം ഈ ഇദൻ എന്നാണ് വേണ്ടത്, ഈ ഇദൻ. പക്ഷേ ഈ ആ ഹംസ് അവിടെ ഉച്ചരിക്കൂല, കാരണം വസുലിൻ്റെ ഹംസയാണ്. അപ്പോൾ യഖൂലു ലു എന്നുള്ളതിന് ശേഷം പിന്നെ വരുന്ന അക്ഷരം ഇ എന്നാണ്. മൻ യഖൂലു ഇദൻ ലീ, യഖൂലു ഇദൻ ലീ. രണ്ടാമത്തത് ഇദൻ, ആ സുക്കൂനുള്ള നൂനിന് ശേഷം വന്ന അക്ഷരം ലാമാണ്. നൂന് സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നാൽ അവിടെയും ഇദ്ഗാമാണ്, പക്ഷേ ഗുന്നത്ത് ഉണ്ടാവില്ല. വമിൻഹും മൻ യഖൂലു ഇദൻ ലീ, ഇദൻ ലീ, യഖൂലു ഇദൻ ലീ, നൂന് തീരെ ഉച്ചരിക്കാത്ത പോലെ. വമിൻഹും മൻ യഖൂലു ഇദൻ ലീ വലാ തഫ്തിന്നി, തഫ്തിന്നി അവിടെ ഗുന്നത്തുണ്ട്. വലാ തഫ്തിന്നി അലാ ഫിൽ ഫിത്നതി സഖതൂഹ് വഇന്ന ജഹന്നമ ലമുഹീത്വതും ബിൽ കാഫിരീൻ. മുഹീത്വതും ബി, തൻവീൻ തുൻ എന്നുള്ള തൻവീന് ശേഷം ബാ വരുന്നു. നേരത്തെ മനസ്സിലാക്കിയതുപോലെ ആ തൻവീനെ നമ്മൾ മീമാക്കിയിട്ട് മാറ്റുന്നു. ലമുഹീത്വതും ബിൽ കാഫിരീൻ. ഇനി വീണ്ടും അവരെ സംബന്ധിച്ച് പറയുകയാണ്. ഇൻ തുസിബ്ക ഹസനതുൻ തസുഉഹും വഇൻ തുസിബ്ക മുസീബത്തുൻ യഖൂലു ഖദ് അഖദ്നാ അംറനാ മിൻ ഖബ്ൽ വയതവല്ലൗ വഹും ഫരിഹൂൻ. ഇനി വീണ്ടും പറയാണ്. ഇൻ തുസിബ്ക ഹസനത്തുൻ, നിങ്ങളെ ബാധിച്ചാൽ, അസ്വാബ യുസീബു എന്ന് പറഞ്ഞാൽ ബാധിച്ചു എന്നാണ്. തുസിബ്ക നിന്നെ ബാധിച്ചാൽ, ഇൻ തുസിബ്ക ഹസനത്തുൻ എന്ത്, നിനക്കൊരു ഹസനത്ത് കിട്ടിയാൽ, അല്ലെങ്കിൽ നിനക്കൊരു ഹസനത്ത് വന്നാൽ, നിനക്കൊരു നന്മ, ഹസനത്ത് നല്ല കാര്യം അല്ലെങ്കിൽ വിജയം അത് കൈവന്നാൽ എന്നർത്ഥം. ആർക്ക്? പ്രവാചകനെ, മുസ്ലിങ്ങൾക്ക്.
വരാൻ മടിച്ച ഈ മുനാഫിക്കുകളുടെ പ്രതികരണം എന്തായിരിക്കും അറിയോ? ഇൻ തുസിബുക ഹസനതുൻ തസുഉഹും സാഅ, സൂ എന്ന് പറഞ്ഞാൽ ദുഷിപ്പ് അല്ലേ, തിന്മ എന്നൊക്കെയാണ്. തസുഉഹും സാഅ എന്നുള്ള വാക്കുന്നാണ് തസുഉ യസുഉ തസുഉ തസുഉ തസു ഇൻ എന്നുള്ളത് വന്നുകൊണ്ടാണ് തസു എന്ന് വന്നത്. തസുഉഹും അത് അവരെ ദുഃഖിപ്പിക്കും. ഭയങ്കര ഖേദത്തില. എന്താ സംഭവിച്ചത്? മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടിയാൽ, ഉദാഹരണത്തിന് തബൂക്കിൽ പോയിട്ട് വിജയശ്രീലാളിതരായി തിരിച്ചു വരികയാണല്ലോ. അങ്ങനെ തിരിച്ചു വരുന്നുണ്ടല്ലോ, ഇവർക്ക് എന്താ സംഭവിക്കുക? ഈ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം തസുഉഹും അത് അവരെ ദുഃഖിപ്പിക്കും. ഭയങ്കര ഭയങ്കര ഉള്ളിൽ അമർഷണം. ഒരു വിജയം അമ്പിച്ച ഒരു പോരാട്ടത്തില് മുസ്ലിം സൈന്യം ഗംഭീരമായ വിജയം നേടിക്കഴിഞ്ഞാൽ ഇവർക്ക് സന്തോഷമല്ല ഉണ്ടാവുക, അങ്ങേറ്റത്തെ ദുഃഖമാണ്, ഖേദമാണ്, ദേഷ്യമാണ്, അമർഷമാണ് ഇവരുടെ ഉള്ളിൽ ഉണ്ടാവുക. ഇൻ തുസിബക ഹസനതുൻ തസുഉഹും വ ഇൻ തുസിബക മുസീബ, നേരെ തിരിച്ച്, വ ഇൻ തുസിബക ഇനി നിന്നെ ബാധിക്കുകയാണെങ്കിലോ, മുസീബത്തുൻ, മുസീബത്ത് എന്ന് പറഞ്ഞാൽ അസ്വാബിന്റെ ബാക്കി അതിൽ നിന്ന് വരുന്നൊരു പദമാണ്, ആപത്താണ്, ഒരു വലിയ വിപത്ത് എന്ന് പറഞ്ഞാൽ വമ്പിച്ചൊരു പരാജയം നേരിട്ട് മുസ്ലിം സമൂഹത്തിന് എന്ന് വിചാരിക്കുക. മുസീബത്ത് വന്നാൽ, മുസ്ലിം സംഘത്തിന് ഒരു പരാജയം അല്ലെങ്കിൽ ഒരു ആപത്ത് അണഞ്ഞാലോ, യഖൂലു ഇവരെന്താ പറയാന്നറിയോ? യഖൂലു അവർ പറയും, ഖദ് അഖദ്നാ അംറനാ മിൻ ഖബ്ൽ. അഖദ എന്ന് പറഞ്ഞാൽ എടുത്തു, പിടിച്ചു എന്നൊക്കെയാണ്. അംറന ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നേരെയാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ കഴിച്ചിലാക്കിയിട്ടുണ്ട് എന്ന് പറയും. അതാണ് ഖദ് അഖദ്നാ അംറന, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ സുരക്ഷിതരാക്കി വെച്ചിട്ടുണ്ട്. മീൻ ഖബൽ നേരത്തെ തന്നെ. എന്താ പോയിന്നിട്ടില്ല? ഞങ്ങൾക്കറിയത് ആവശ്യമില്ലാത്ത പരിപാടിയാണ്. ഇങ്ങനത്തെ ഇതിനൊന്നും ഈ വലിയ സൈന്യത്തോടൊന്നും ഏറ്റുമുട്ടേണ്ട ഒരു കാര്യമില്ല, നമുക്ക് ഇവിടെ ഇരുന്നാൽ പോരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോരാതിരുന്നപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നിവർ പറയും. നോക്കുകള്, വിജയം ശ്രീലാളിതരായിട്ട് വിജയം നേടിയിട്ട് മുസ്ലിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ ഇവർ ഭയങ്കര അമർഷായിരിക്കും, ദേഷ്യായി. നേരത്തെ ഇതേ സൂറത്തിൽ 42-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് ഒരു പ്രതിജ്ഞയില്ല, യഹ്ലിഫന്ന അല്ലെ, അവരിങ്ങനെ പ്രവാചകനടുത്ത് നിന്നിട്ട് ഉറപ്പിച്ചു സത്യം ചെയ്ത് പറയും. എന്താണ്? അള്ളാഹു എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുമായിരുന്നു. നേരത്തെ വന്നിട്ട് 42-ാമത്തെ ആയത്തിൽ പിടിച്ചതാ. ചെറിയൊരു പ്രശ്നം ഉള്ളതിന്റെ പേരിലാണ് വരാൻ പറ്റാതെ ആയിപ്പോയത്, എന്തായാലും ഞങ്ങൾ വരുമായിരുന്നു എന്നൊക്കെ പറയും. ഉള്ളിൽ കടുത്ത അമർഷ. പക്ഷേ തിരിച്ച് മുസ്ലിങ്ങൾക്ക് പരാജയം പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചിട്ടാണ് അവർ തിരിച്ചു വരുന്നെങ്കിൽ ഇവരുടെ വർത്താനം എന്തായിരിക്കും? നേരെ തിരിച്ചാ, ഞങ്ങൾ ആദ്യമേ പറഞ്ഞില്ലേ പോണ്ട, ഞങ്ങൾ അതുകൊണ്ടല്ലേ മാറിയുന്നത്, നിങ്ങൾക്ക് അറിയണ്ടേ, ഞങ്ങൾ നിങ്ങളോടൊക്കെ പറഞ്ഞു നോക്കിയില്ലേനു. ഖദ് അഖദ്നാ അംറനാ മിൻ ഖബ്ൽ, ഞങ്ങളുടെ കാര്യം നേരത്തെ തന്നെ ഞങ്ങൾ സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട്. വയഖൂൽ വയതവല്ലൗ വഹും ഫരിഹൂൻ എന്ന് മാത്രമല്ല, വയതവല്ലൗ ഇവർ പിന്തിരിയും, അങ്ങനെ പിരിഞ്ഞു പോകും അവര്. വഹും ഫരിഹൂൻ സന്തോഷരായിക്കൊണ്ട്, സന്തോഷവാന്മാരായിക്കൊണ്ട്, വമ്പിച്ച സന്തോഷത്തിൽ ഇവർ ആഹ്ലാദഭരിതരായിട്ട് അവിടുന്ന് പിരിക്കും. ആര്? മുനാഫിക്കുകൾ, യുദ്ധത്തിൽ പോവാത്തവർ. മുസ്ലിങ്ങൾക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ മുസ്ലിമാണ് എന്താ സംഭവിക്കുക? അതിൽ എല്ലാ അർത്ഥത്തിലും ദുഃഖത്തിൽ പങ്കുചേരും. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ട വഴികൾ ആലോചിക്കും. അതിൽപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സമാശ്വാസം നൽകും. ഇതൊന്നുമല്ല, ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, ഇപ്പം എന്തായി, ഞങ്ങൾ പറഞ്ഞില്ല ആദ്യമേ പോണ്ട. വേദന കൂടുതലായിട്ട് ഏറ്റ മുറിവിൽ വേദന വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മുനാഫിക്കുകൾ ചെയ്യുന്നത് എന്ന് അല്ലാഹു പറയാം. ഈ ആയത്തിന്റെ പാരായണം ഇൻ തുസിബ്ക ഹസനതുൻ തസുഉഹും വഇൻ തുസിബ്ക മുസീബത്തുൻ യഖൂലു ഖദ് അഖദ്നാ അംറനാ മിൻ ഖബ്ൽ വയതവല്ലൗ വഹും ഫരിഹൂൻ. ഇൻ തുസിബ്ക എന്ന് പറയുന്നിടത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം ത ആണ് വരുന്നത്, അവിടെ ഇഖ്ഫ ആണ്. ഇൻ തുസിബ്ക, തുസിബ്ക ബ് എന്ന് പറയുന്നുണ്ട്, കാരണം ഹെറൂഫുൽ ഖൽഖലയുടെ അക്ഷരമാണ്, അതുകൊണ്ട് തുസിബ്. ഇൻ തുസിബ്ക ഹസനതുൻ തസുഉഹും, ഹസനതുൻ ത, അവിടെ തൻവീന് ശേഷം ത വരുന്നു, അവിടെ ഇഖ്ഫ. ഹസനതുൻ തസുഉഹും വഇൻ തുസിബ്ക, അതേ നിയമം.
وإن تصبك مصيبة يقولوا مصيبة തൻവീനു ശേഷം യാ വരുന്നു, ഇദ്ഗാം ചെയ്യുന്നു. മുസീബത്തു യഖൂലു ഖദ് അഖദ്നാ, ഖദ് ഹുറൂഫുൽ ഖൽഖലിയുടെ അക്ഷരമാണ്. ഖദ് അഖദ്നാ അംറനാ, അഖദ്നാ എന്നുള്ള ആ മദ്ദിന് ശേഷം പിന്നെ വരുന്ന ഹംസ അതുകൊണ്ട് കുറച്ച് ദീർഘിപ്പിക്കണം. ഖദ് അഖദ്നാ അംറനാ മിൻ ഖബൽ, മിൻ ഖബൽ, ഖബൽ മിൻ ഖ എന്നുള്ളടത്ത് ഇഖ്ഫ ഉണ്ട്, ഖബ് ബ് എന്നുള്ളടത്ത് കൽക്കലയുടെ അക്ഷരമാണ്. ഖദ് അഖദ്നാ അംറനാ മിൻ ഖബ്ലു വയതവല്ലൗ വഹും ഫരിഹൂൻ, യതവല്ലൗ വഹും ഫരിഹൂൻ. ഇനിയും മുനാഫിക്കുകളെ സംബന്ധിച്ച് തുറന്നു കാണിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ആയത്തിൽ, ഈ സൂറത്തിൽ താഴോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തള്ളിക്കളയുന്ന ആൾക്കാരല്ല. ശരിക്കും പറഞ്ഞാൽ അവർ മുസ്ലിമിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അവരുടെ ദീൻ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം തന്നെ അവരും രേഖപ്പെടുത്തുക. ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയാണെന്നാ പറയുക. പള്ളിയിൽ അവരുണ്ടാവും. പക്ഷേ അവരുടെ ദുസ്വഭാവങ്ങളെ സംബന്ധിച്ച്, നിർണായകമായ ഘട്ടങ്ങളിലുള്ള അവരുടെ പെരുമാറ്റ രീതികളെ സംബന്ധിച്ച് ഖുർആൻ ഇഴകീറി പരിശോധിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇഴകീറൽ എൻ്റെയും നിങ്ങളുടെയും ഗുണപാഠങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ദുർഗുണം എന്നിലുണ്ടോ? പ്രയാസത്തിൻ്റെ, പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും അതിൽ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും തകരാറ് വരുമ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് ന്യായീകരിക്കുകയും സന്തോഷം വന്നാൽ ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മുനാഫിക്കാണ് അയാൾ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിൽ നിന്ന്, ഈ കാപ്പട്യത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പടച്ചറബ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും അവൻ തുണക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.